ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU-വിന്റെ പാലക്കാട് ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 12-ന് ചെർപ്പുളശ്ശേരി ചൈതന്യ കൺവെൻഷൻ സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ ആനത്തലവട്ടം ആനന്ദ നഗറിൽ നടക്കും. കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി KS സുനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ 15 ഡിവിഷൻ സമ്മേളനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 400ഓളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി KS സുനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളന നടത്തിപ്പിനാവശ്യമായ ഫണ്ട് സമാഹരിക്കുന്നതിനായി സംഘാടക സമിതി സംഘടിപ്പിച്ച പാലട ഫെസ്റ്റിന് തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും ഇടയിൽ മികച്ച സ്വീകാര്യത ലഭിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ പാലക്കാട് ജില്ലാ സമ്മേളനം 12-ാം തീയതി ബുധനാഴ്ച ചെർപ്പുളശ്ശേരിയിൽ വെച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ജില്ലയിലെ മാത്രമല്ല കേരളത്തിലെ ലൈറ്റ് മോട്ടോർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ശക്തവും അതുപോലെ തന്നെ സംഘടിതവുമായ ട്രേഡ് യൂണിയനാണ് കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ. ഈ ഫെഡറേഷനിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് പാലക്കാട് ജില്ലാ ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ. ജില്ലയിലാകെ 46,026ഓളം അംഗങ്ങൾ ഇതിൽ മെമ്പർഷിപ്പുള്ളവരാണ്. ഈ മേഖലയിൽ ഈ തൊഴിലാളികൾ നേരിടുന്ന നാനാവിധമായ പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായിട്ട് ചർച്ച ചെയ്യാനും അതോടൊപ്പം തന്നെ ഭാവിയിൽ ഈ സംഘടന ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കുന്നതിനു വേണ്ടിയാണ് യൂണിയൻ്റെ പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നത്. നല്ല തയ്യാറെടുപ്പോടു കൂടിയാണ് ചെർപ്പുളശ്ശേരിയിൽ സമ്മേളനത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സമ്മേളനത്തിൽ എല്ലാ 2 വർഷം കൂടുമ്പോഴും കൃത്യമായി സമ്മേളനം നടത്തുന്ന യൂണിയനാണ് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU. ചെർപ്പുളശ്ശേരിയിൽ ആദ്യമായിട്ടാണ് ഈ സമ്മേളനം നടക്കുന്നത്. 400 പ്രതിനിധികൾ പങ്കെടുക്കും. 15 ഏരിയ ഡിവിഷൻ സമ്മേളനങ്ങൾ പൂർത്തിയായി. അതിനു മുമ്പ് പഞ്ചായത്ത് സമ്മേളനങ്ങൾ പൂർത്തിയായാണ് ഡിവിഷൻ സമ്മേളനങ്ങൾ നടന്നത്. സമ്മേളനത്തിൻ്റെ താഴെ തട്ട് വരെയുള്ള സ്റ്റാൻഡ് സമ്മേളനങ്ങൾ, അതിനുശേഷം പഞ്ചായത്ത് സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനങ്ങൾ അതെല്ലാം പൂർത്തിയായിക്കൊണ്ടാണ് ഈ ജില്ലാ സമ്മേളനം 12-ാം തീയതി നടക്കുന്നത് ഇവിടെ ചൈതന്യ ഓഡിറ്റോറിയത്തിൽ വെച്ച്. ഈ സമ്മേളനം നടക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ മോട്ടോർ വ്യവസായ മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ തന്നെ ഈ അമിതമായ ഇടയ്ക്കിടെയുള്ള ഇന്ധനവില വർധനവ് ഈ വ്യവസായത്തെ ആകെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയിൽ 8 രൂപ 1 ലിറ്റർ ഡീസലിനും പെട്രോളിനും വർദ്ധിപ്പിച്ചു. 2022-ലാണ് ഓട്ടോ ടാക്സി നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം പല സന്ദർഭങ്ങളിലായി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെയും എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിക്കുകയാണ്. അപ്പോൾ വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. തൊഴിലാളിയുടെ വരുമാനം വലിയ തോതിൽ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ പ്രയാസം ഈ മേഖലയിലുണ്ട്. സംഘടനയിലെ തൊഴിലാളികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സമ്മേളനം സമഗ്രമായി ചർച്ച ചെയ്യും. തൊഴിലാളികളുടെ അവകാശങ്ങളും സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങളും സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടത്തി വരുംകാല പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ രൂപരേഖ തയ്യാറാക്കുകയുമാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെർപ്പുളശ്ശേരിയിൽ വെച്ച് നടന്ന വാർത്താസമ്മേളനത്തിൽ യൂണിയൻ ജില്ലാ സെക്രട്ടറി AV സുരേഷ് കുമാർ, സ്വാഗത സംഘം ചെയർമാൻ K നന്ദകുമാർ, കൺവീനർ E ചന്ദ്രബാബു, ഡിവിഷൻ സെക്രട്ടറി I ഷാജു, പ്രസിഡന്റ് V കണ്ണൻ, പ്രചാരണ സബ് കമ്മിറ്റി കൺവീനർ C അനന്തനാരായണൻ എന്നിവർ പങ്കെടുത്തു. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.